ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണത്തിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ വല്ലാണ്ട് ലേറ്റ് ആവുന്നുണ്ടെന്ന് അറിയാം, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോസ് ഇങ്ങനെ ലേറ്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ ഓണത്തിൻ്റെ പാർട്ട് 1 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. നമ്മുടെ രണ്ടാം ഓണത്തിൻ്റെ അന്ന് രാവിലെ 4 മണി മുതൽ തുടങ്ങിയിട്ടുള്ള പരിപാടികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സദ്യ ഉണ്ടാക്കലും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കലൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. എല്ലാവരും കൂടിയിട്ടാണ് ഇവിടെ സദ്യ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും ടാസ്ക്കാണ് ഈ ഒരു പായസം ഇളക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടി. കാരണം ഇടയ്ക്ക് ഇന്ന് കൈവിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അടുക്കി പിടിക്കുമല്ലോ. അച്ഛനിവിടെ ഉപ്പേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, കേബേജ് ഉപ്പേരിയാണ്. ഈ ഒരു പരിപാടിയിൽ നിന്ന് ആരും മാറി നിന്നിട്ടില്ല കേട്ടോ. എല്ലാവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഏട്ടൻ സ്വയം ഏറ്റെടുത്തതാണ് ഈ ഒരു പായസം ഉണ്ടാക്കൽ. അതുകൊണ്ട് തന്നെ ഏട്ടൻ ഇങ്ങനെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ തറവാട്ടിലെ പിറകുവശത്തായിട്ട് 2 അടുപ്പുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ വിറകടുപ്പാണ്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് കുറച്ച് ഭാഗം സ്പേസ് ഫ്രീ ആണ്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പായസത്തിനൊക്കെ അടുപ്പ് കല്ലിട്ടിട്ട് കൂട്ടിയിട്ടുള്ളതാണ്. മുമ്പത്തെ എല്ലാ ഓണപരിപാടികൾക്കും ഞങ്ങൾ സദ്യ പുറത്തുനിന്ന് ഏൽപ്പിക്കാറായിരുന്നു. ഇത്തവണ ചേട്ടനാണ് പറഞ്ഞത് നമുക്കെല്ലാവർക്കും കൂടി കുക്ക് ചെയ്യാം, നല്ല രസമായിരിക്കുമെന്ന്. ഇത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞൊക്കെ കുക്ക് ചെയ്യുന്നത്. ഓരോരോ സാധനങ്ങൾ അടുപ്പുകളിൽ റെഡി ചെയ്തൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട്, വേറെയുള്ളതൊക്കെ വെക്കുന്നു. അങ്ങനെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അവിയൽ റെഡി ആയിട്ടുണ്ട്, സാമ്പാർ റെഡി ആയിട്ടുണ്ട്, മത്തനരിശ്ശേരി റെഡി ആയിട്ടുണ്ട്, നല്ല ചൂട് വറക്കുന്ന രസം റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഉപ്പുമാവും റെഡി ആയിട്ടുണ്ട്. കുടിക്കാനായിട്ട് ഒരുപാട് പാത്രങ്ങളിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്. തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചടിയാണിത്. തലേ ദിവസത്തെ നമ്മുടെ സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ പാർട്ട് 1 വീഡിയോയിലുണ്ട് കേട്ടോ. പരിപ്പും നെയ്യും ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്നതാണിത്. എല്ലാതും ഇങ്ങനെ ഓരോ സൈഡിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചോറ് റെഡിയാവുന്നത് ഓരോ പാത്രങ്ങളിൽ ഇങ്ങനെ വാർത്ത് വെച്ചിട്ടുണ്ട്. പുറമേയുള്ള കിച്ചണിൽ മാത്രമല്ല, അകത്തും ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യമുള്ള കഷ്ണങ്ങൾ മുറിക്കലും തേങ്ങ ചിരവലൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇന്ന് കൂടുതലും കുക്കിംഗ് ആണുള്ളത്. കട്ട് ചെയ്യലും ബാക്കിയൊക്കെ പരിപാടികൾ ഇന്നലെ തന്നെ കഴിഞ്ഞു. ഏട്ടൻ ഇവിടെ ഉപ്പുമാവൊക്കെ മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടുണ്ട്. പക്ഷേ ഉപ്പുമാവ് നല്ല രസമായിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സൈഡിൽ തകൃതിയായിട്ട് കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ ഫുഡ് സെർവ് ചെയ്യാനായിട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് നേരം പിടിക്കുമല്ലോ കഴിച്ചൊക്കെ കഴിയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ടേബിളിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. തറവാട്ടിലിവിടെ വല്യമ്മയും മക്കളൊക്കെ കൂടി 2 പൂക്കളിട്ടിട്ടുണ്ട്. ഒരെണ്ണം ഉമ്മർത്തും ഒന്ന് താഴെയായിട്ടാണ്. വല്യമ്മ എല്ലാ വർഷവും ഇതുപോലെ നല്ല സൂപ്പറായിട്ടുള്ള പൂക്കളാണ് ഇടുക. ഇത്തവണയും മോശമൊന്നും ആയിട്ടില്ല. ഇത്തവണ എല്ലാവരും കൂടിയാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ കാത്തിരുന്ന് പാല് നന്നായിട്ട് കുറുകി വന്നപ്പോൾ അടട്ട് കൊടുത്തിട്ടുണ്ട്. കേബേജ് തോരൻ ഇവിടെ ഒരു അടുപ്പിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. മറ്റൊരടുപ്പിൽ മത്തനരിശ്ശേരിയിൽ വറുത്തിടാനുള്ള തേങ്ങയാണുള്ളത്. റെഡി ആയിട്ടിരിക്കുന്ന മത്തനരിശ്ശേരിയിലേക്കാണ് തേങ്ങയും ഉണക്കമുളകും കടുകും ഒക്കെ കൂടി വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വറുത്തിട്ട് ചേർക്കുന്നത്. നിങ്ങളുടെ അവിടെ ഇങ്ങനെ തന്നെയാണോ എരിശ്ശേരി ഉണ്ടാക്കുക? അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കല്ലേ. നമ്മുടെ വീടുകളിലൊക്കെ തിരക്കുള്ള പരിപാടി ദിവസങ്ങളിലൊക്കെ കൂടുതലും ഉപ്പുമാവല്ലേ ഉണ്ടാവുക. രാവിലെ തന്നെ നല്ല ഉപ്പുമാവും പഴവും പപ്പടവും പിന്നെ അതിൻ്റെ കൂടെ ഒരു പാൽ ചായയും കൂടി കുടിക്കുന്നതിൻ്റെ രസം ഒന്ന് വേറെ തന്നെയാണല്ലേ. കുക്കിംഗ് പരിപാടി കംപ്ലീറ്റ് തീർത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോരാളികളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. നേരത്തെ കുക്ക് ചെയ്ത് തുടങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി എല്ലാവരും സംസാരിച്ച് ആസ്വദിച്ചൊക്കെയാണ് കഴിക്കുന്നത്. ഈ ഒരു ടേബിളിൻ്റെ സെറ്റിംഗ് ഒക്കെ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനും രാത്രിയിലത്തെ ഫുഡിനും എല്ലാത്തിനും കൂടി ചേർന്നിട്ടാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വിന്നറാവുന്ന ടീമിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രോഫിയാണിത്. ക്ഷീണിക്കുമ്പോൾ കഴിക്കാൻ പഴവും കുടിക്കാൻ ലൈമും ഒക്കെ റെഡിയാണ്. തറവാടിൻ്റെ മുറ്റത്ത് ഒരു സൈഡിലായിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഓണം വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഓണം തീമിലുള്ള മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ട്രഡീഷണൽ കേരള കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഡ്രസ്സിൽ ഒരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്ത് മാത്രമേ ഡ്രസ്സ് മാറുള്ളൂ. എല്ലാവരും 2 പാർട്ടായിട്ടാണ് നമ്മളിരിക്കുന്ന സീറ്റ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ കുറച്ച് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. അവിടെ ആയിട്ടാണ് നമ്മൾ മുതിർന്ന ആൾക്കാർ, നമ്മുടെ അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാനായിട്ട് കുറച്ച് സീറ്റ്സ് വേറെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ സുന്ദരികൾ ഇവിടെ ധാവണിയൊക്കെ ചുറ്റിയിട്ട് ഒരു ഡാൻസിനൊക്കെ ഉള്ള പ്രിപ്പറേഷനിലാണ്.
ചുമ്മാ നമ്മളിങ്ങനെ പരിപാടികൾ നടത്തിയാൽ മാത്രം പോരല്ലോ, നമുക്കത് എന്നും മെമ്മറൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വെക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ അവിടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ 3-4 പേര് എന്തായാലും വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. എന്നിട്ട് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ കിട്ടുമല്ലോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇതൊരു മെമ്മറി ആക്കിയിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എനിക്കിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ്. ഇത്തവണ അച്ഛന്മാരും അമ്മമാരും കൂടാതെ മുതിർന്ന ഒരാളായിട്ട് മേമയുടെ അമ്മയും കൂടി ഞങ്ങളുടെ കൂടെ പരിപാടിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പരിപാടികളൊക്കെ മുൻകൈ എടുത്തിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഏട്ടനാണ്. ഏട്ടൻ എല്ലാവരെ കൊണ്ടും വിളക്കൊക്കെ കത്തിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഓരോ ടീമായിട്ട് നമ്മുടെ അച്ഛന്മാരും അമ്മമാരും കൂടിയാണ് വിളക്ക് കത്തിക്കുന്നത്. വല്യമ്മയും വല്യച്ഛനും ആദ്യം കത്തിച്ചു. ഇതാണ് രണ്ടാമത്തെ വല്യച്ഛനും വല്യമ്മയും. ഇനി നമ്മുടെ അച്ഛനും അമ്മയാണ് കത്തിക്കുന്നത്. ഇനി അച്ഛനെ അമ്മേനെ ആരും കണ്ടില്ല എന്നൊന്നും പരാതി പറയില്ല കേട്ടോ. ഇതാണ് പാപ്പനും മേമയും. 5ാമത് തിരി കത്തിച്ചത് അമ്മമ്മയാണ് കേട്ടോ. ഇത് മേമയുടെ അമ്മയാണ്. ഞങ്ങളുടെ കൂടെ ഈ പരിപാടിയിലൊക്കെ കൂടിയതുകൊണ്ട് അമ്മമ്മ നല്ല ഹാപ്പി ആയിരുന്നു. ഇത്തവണത്തെ ഓണത്തിന് കൂടാൻ വേണ്ടിയിട്ട് ഏട്ടനും ബാബിയും കൂടി ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതുപോലെ പാപ്പനും ഓണത്തിന് കൂടാനായിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മുടെ ഇത്തവണത്തെ പരിപാടിയുടെ പോസ്റ്റർ കൈമാറുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അത് അവർ ഓപ്പൺ ചെയ്തിട്ട് കാണിക്കുക എന്നുള്ളതാണ്. നിന്റെ ഫോട്ടോ തന്നെയാണല്ലോ ബിബുവിന്റെ ഫോട്ടോ അടിച്ചതിന്റെ ഫോട്ടോ ഒന്നൂടി വിളി വിളി ആർപ്പോ വിളി നിങ്ങൾ പറയണേ. ഇത്തവണത്തെ ഓണത്തിന് നമ്മൾ ഒന്നിച്ചോണം എന്നായിരുന്നു കേട്ടോ പേരിട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫറും വീഡിയോ എഡിറ്ററുമായിട്ടുള്ള അർച്ചനയാണ് കേട്ടോ ഇത്. സ്നേഹത്തോടെ ഞങ്ങൾ അച്ചുമ്മ എന്ന് വിളിക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇക്കൊല്ലത്തെ വാഴക്കാട്ടിൽ ഫാമിലിയുടെ ഓണാഘോഷം 2025 വേണ്ടി എല്ലാവരെയും ഞാൻ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു. ആർപ്പോ നമ്മുടെ വലിയ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഇപ്പോൾ എല്ലാവരും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം വിട്ടുപോണ ഒരു കാര്യമുണ്ട്. ഞാനിവിടേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ ഈ കൊലായിൽ നിന്നും അച്ഛമ്മേനെ കാണുമായിരുന്നു. അപ്പോൾ ഓരോരോ ആൾക്കാരും നമ്മളിവിടുന്ന് മറഞ്ഞു പോകുമ്പോഴും ഒരു സെക്കൻഡെങ്കിലും നമ്മൾ ഈ ആഘോഷവേളയിൽ അവരെ ഹൃദയം കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ പൂർവികരെയൊക്കെ സ്മരിച്ച് 1 മിനിറ്റ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷമാണ് ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങിയത്. അവരെ നമുക്ക് ആർപ്പ കൂടി ഓണം ചെയ്യാം. ഇതുപോലുള്ള സന്തോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ പൂർവികരെ ഒരു നിമിഷം ആലോചിക്കാൻ മറന്നു പോവാറുണ്ടല്ലേ. പക്ഷേ ആ ഒരു സമയത്ത് ഏട്ടനത് ഓർമ്മപ്പെടുത്തി തന്നതുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് 1 മിനിറ്റ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. പ്രോഗ്രാമിൻ്റെ ഇൻട്രോ ഒക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ അമ്മായിയും മക്കളും മരുമക്കളൊക്കെ ആയിട്ട് പരിപാടിക്ക് എത്തിയത്. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി റെഡി ആവുമായിരുന്നു. അപ്പോഴാണ് അവരൊക്കെ വന്നത്. ഐഷാമ വന്നില്ല അല്ലേ? പിന്നെ മാറ്റാൻ നിൽക്കുക. ഒരു പെണ്ണു കൂടി എടുത്തോന്നേ. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞാലത്തെ നമ്മുടെ അടുത്ത പരിപാടി ഗെയിംസിന് വേണ്ടിയിട്ട് ടീം സെറ്റാക്കുക എന്നുള്ളതാണ്. മൊത്തമുള്ള മെമ്പേഴ്സിന് 4 ടീംസായിട്ടാണ് ഡിവൈഡ് ചെയ്യാറുള്ളത്. ഇത്തവണ മെമ്പേഴ്സ് കുറവായതുകൊണ്ട് 3 ടീംസ് മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. 3-4 പേര് ഇത്തവണ നമ്മളൊപ്പം ഗൾഫിൽ നിന്നൊക്കെ വന്ന പരിപാടിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും കുറേ പേര് വിദേശത്ത് പോയവരുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണ ടീം 3 ഉള്ളൂ. എവിടെ ഞങ്ങളുടെ ടീമിൽ എന്തല്ലേ അവിടെ നോക്കി ഓരോ വില വലിച്ച് നമ്മള് തെറിക്കും.
അപ്പൊ ഇതെന്താ ഇതാ 1 2 ഞങ്ങളൊന്നും കളിച്ചില്ല. ഏയ് കണ്ണാമയില കണ്ണാമയില ആടിയിരിക്കും നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ മതി ഞങ്ങൾക്ക് വലിയ പ്രശ്നമില്ല ഞങ്ങള് കാരണം അങ്ങനത്തെ ടീമാണല്ലോ ആ ടീം ഓക്കെ അതൊക്കെ എന്തൊക്കെ ബന്ധങ്ങൾ പാടാൻ വലിക്കണ്ട. നമ്മുടെ പരിപാടി നടത്തേണ്ട വിലപ്പെട്ട സമയം നമ്മൾ കുറേ നേരം ടീമിട്ട് കളഞ്ഞു. കാരണം ഈ ടീം ഇടുന്നത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലാസ്റ്റിൽ വടംവലി ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ടീമിൽ സ്ട്രെങ്ത്ത് കുറയാതിരിക്കാനാണ്. എല്ലാ ടീംസും ഈക്വലായി കഴിഞ്ഞാലല്ലേ സ്ട്രെങ്ത്ത് കറക്റ്റ് ആവുള്ളൂ. ഒരു ടീം ഓക്കെ ആകുമ്പോൾ ഒരു ടീമിൽ ആൾ കുറയും, അല്ലെങ്കിൽ ഒരു ടീം കറക്റ്റ് സ്ട്രെങ്ത് ആയിട്ട് വരുമ്പോൾ മറ്റൊരു ടീമിന് അത് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് നേരം നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്തു. ടീമിൻ്റെ ക്യാപ്റ്റൻസ് ആയിട്ട് വരാനുള്ളത് നമ്മളെ അച്ഛന്മാരൊക്കെയാണ്. മുതിർന്ന ആൾക്കാരാണ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആവാറുള്ളത്. പക്ഷേ അവർ ഈ ഒരു ടീം സെറ്റ് ചെയ്യുന്ന പരിപാടിയിലൊന്നും വല്ലാതെ ഇടപെടാറില്ല കേട്ടോ. അതിൽ ഞങ്ങളൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ ഏറ്റവും അവസാനം ഏകദേശം ഒരേ സ്ട്രെങ്ത്തിലുള്ള 3 ടീം സെറ്റ് ചെയ്തെടുത്തു. ഇനി ഐശ്വര്യമായി തിരുവാതിര കളിച്ച് തുടങ്ങാം. തിരുവാതിരയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ചെറിയ ചില ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇനി കുറച്ച് നേരം ഫാമിലി ഫോട്ടോഷൂട്ടിൻ്റെ ടൈമാണ്. ഓരോ ഫാമിലീസ് സെപ്പറേറ്റ് ആയിട്ടും കുട്ടികളെ മാത്രം അങ്ങനെ പലതരത്തിൽ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഇതാ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് ഡ്രസ്സൊക്കെ മാറി വരികയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. കടിക്കുന്നു വീഡിയോഗ്രാഫറെ കടിച്ച് ആക്രമിച്ചു. പപ്പടം കാച്ചുന്നതൊഴികെ ബാക്കി എല്ലാ പരിപാടികളും രാവിലെ കഴിഞ്ഞതാണ്. പപ്പടം മാത്രം പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് കാച്ചാന്ന് വെച്ചിട്ടുള്ളതാണ്. ഇതൊരു സ്പെഷ്യൽ പപ്പടമാണ് കേട്ടോ. ഇത് ആന്ധ്രയിൽ നിന്ന് ചേച്ചി വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ചേച്ചിയുടെ ഹസ്ബൻഡിന് അവിടെ പപ്പടം, അച്ചാർ അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ബിസിനസ്സാണ്. അപ്പോൾ ചേച്ചി വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നമ്മളെ നാട്ടിൽ പപ്പടമൊന്നും പോലെ പൊങ്ങി വരില്ല. ഇതിങ്ങനെ തിന്നായിട്ടാണ് ഉണ്ടാവുക. ആന്ധ്രയിലൊക്കെ ഇതിനെ അപ്പടം എന്നാണ് കേട്ടോ പറയുക. ചേച്ചി പറഞ്ഞിട്ടുള്ള അറിവാണ്. അടപ്പതുമ്മൻ ഇവിടെ പാകത്തിന് കുറുകി സെറ്റായിട്ട് കിടപ്പുണ്ട്. ഏട്ടനതൊന്ന് ഇളക്കി നോക്കുകയാണ്. ഒരു സൈഡിൽ പായസം ഇളക്കി നോക്കുന്നു, ഒരു സൈഡിൽ പപ്പടം റെഡിയാക്കുന്നു. പിന്നെ പാത്രങ്ങളിലുള്ള സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് സെർവ് ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയാണ്. ഞാൻ ശരിക്കും നല്ലൊരു ബിരിയാണി ലവറാണ്. പക്ഷേ ഇങ്ങനത്തെ സദ്യയുടെ ഐറ്റംസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വല്ലാണ്ട് കൊതിയാവും. കാരണം എല്ലാ ഐറ്റംസൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴൊന്നും വീട്ടിൽ കഴിക്കില്ലല്ലോ. ഓണത്തിനും വിഷുവിനും അതുപോലെ നമ്മൾ എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോയാലൊക്കെ അല്ലേ കഴിക്കുള്ളൂ.
രാവിലെ പപ്പടം കാച്ചിട്ടുള്ള സെയിം ഓയിൽ തന്നെയാട്ടോ എപ്പോഴും പപ്പടം കാച്ചുന്നത്. അതുകൊണ്ടാണ് ഓയിലിൻ്റെ കളർ ഇങ്ങനെ മാറിയിരിക്കുന്നത്. ഏട്ടൻ ഇത്തിരി പായസം ടേസ്റ്റ് നോക്കിയിട്ട് പായസം കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ മുതൽ പായസത്തിന് അടുപ്പ് കത്തിച്ചത് മുതൽ ഇളക്കിയത് വരെയുള്ള ക്രെഡിറ്റ് ഓരോരുത്തരായിട്ട് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് സദ്യ വിളമ്പാനുള്ള തിരക്കുകളാണ്. ഇലയിടുന്നു, ഐറ്റംസൊക്കെ റെഡിയാക്കി വെക്കുന്നു. ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് ഞങ്ങൾ അച്ചുമ്മയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ചാടി ചാടിയും വളഞ്ഞു പൊളഞ്ഞും ഒക്കെ ഉള്ള വീഡിയോസാണുള്ളത്. സഞ്ചരിക്കുന്ന സ്പീക്കർ. ഉള്ളുകൊണ്ടേക്ക് എല്ലാവരും കൂടി മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് ആസ്വദിച്ച് ഡാൻസൊക്കെ കളിച്ചൊക്കെയാണ് സദ്യയൊക്കെ വിളമ്പിയത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് സദ്യ കഴിക്കാനായിട്ട് ഇരുന്നു. ഫസ്റ്റ് ട്രിപ്പിൽ എല്ലാവരും ഇരുന്നു. ഞാൻ മോൻ ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ട് നേരത്തെ തന്നെ കഴിക്കാൻ വെച്ചിട്ട് ഫസ്റ്റ് തന്നെ ഇരുന്നു. സദ്യ എന്തായാലും നല്ല സൂപ്പർ സദ്യയായിരുന്നു. എല്ലാ ഐറ്റംസും നല്ല രസമായിട്ടുണ്ടായിരുന്നു. എല്ലാതും പാകത്തിന് ഉപ്പും എരിവും ഒന്നും പറയാനില്ല. സൂപ്പർ സദ്യയായിരുന്നു. നമ്മളെ വീട്ടുകാരൊക്കെ ഒരുപാട് എഫേർട്ട് ഇട്ടതാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു സദ്യ കഴിക്കുമ്പോൾ. ഇത്തവണത്തെ ഓണത്തിൻ്റെ സമയത്ത് മോന് നല്ല കഫക്കെട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ ഓണത്തിൻ്റെ കുക്കിംഗ് പരിപാടികളിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. ഇപ്പം എന്തായാലും ആ വിഷമം മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇലയിൽ പപ്പടവും പായസവും പഴമൊക്കെ കൂടി കുഴച്ച് മിക്സ് ചെയ്ത് കഴിക്കാൻ പോവുകയാണ്. ഞാനിങ്ങനെ കഴിക്കാമെന്നുള്ളൊരു ഐഡിയ പറഞ്ഞപ്പോൾ പിള്ളേരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. കാരണം ഇങ്ങനെ വീഡിയോസിലൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല രസമാണല്ലോ അത്. ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇതുവരെ ഇങ്ങനെ കഴിച്ചു നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിത് കഴിച്ച് ശീലമായത്. അപ്പോൾ ഇതാ എല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ച് ചെറിയൊരു റെസ്റ്റിലൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഓണപരിപാടികളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ലെങ്തി ആയി പോവും. അതുകൊണ്ട് വേറൊരു പാർട്ട് 3 വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി കൂടുതലുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്ട് 1 ഒന്ന് കണ്ടു നോക്കണേ. ഇതിൻ്റെ പാർട്ട് 3ക്കായിട്ട് വെയിറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്